എല്ലാ ക്വാർട്ടറിലും ഓഹരി വിപണിയിൽ ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കാറുള്ളത്. ഒരു പ്രമുഖ കമ്പനി തങ്ങളുടെ ലാഭവിവരങ്ങൾ പുറത്തുവിടുന്നു. ലാഭം 40% വർദ്ധിച്ചു എന്ന് കാണുന്നു. തൊട്ടടുത്ത ദിവസം ആ ഓഹരിയുടെ വില ഒരൊറ്റ ദിവസം കൊണ്ട് 8% വരെ കുതിച്ചുയരുന്നു. ഇത് കണ്ട് റീറ്റെയിൽ നിക്ഷേപകർ ഇനിയും ഇത് കൂടുമെന്ന് കരുതി കൂട്ടത്തോടെ ആ ഓഹരി വാങ്ങാൻ ഓടിയെത്തുന്നു. എന്നാൽ കൃത്യം ഒരാഴ്ചക്കുള്ളിൽ ആ ഓഹരി 12% താഴേക്ക് പതിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ സാധാരണ നിക്ഷേപകർ തലയിൽ കൈവച്ചിരിക്കുന്നു. നിങ്ങളും എപ്പോഴെങ്കിലും ഒരു കമ്പനിയുടെ മികച്ച റിസൾട്ട് കണ്ട് ചാടി വീണ് ഓഹരി വാങ്ങി തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് നഷ്ടത്തിലേക്ക് പോകുന്നത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ ഏർണിംഗ്സ് സീസൺ അഥവാ കമ്പനികളുടെ റിസൾട്ട് കാലം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇവിടെയാണ് നമ്മൾ ഒരു കഠിനമായ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു കമ്പനിയുടെ റിസൾട്ട് ടിവിയിലോ സോഷ്യൽ മീഡിയയിലോ കാണുന്നതിന് മുൻപ് തന്നെ വിപണി ആ വിവരങ്ങൾ മുൻകൂട്ടി കണ്ട് വില നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കും. സാങ്കേതികമായി ഇതിനൊരു പ്രൈസിൻ എന്ന് പറയും. വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും FIIയും DIയും ആഴ്ചകളായി ഈ കമ്പനിയെയും അതിന്റെ സപ്ലൈ ചെയിനെയും കൃത്യമായി ട്രാക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് റിസൾട്ട് പുറത്തു വരുന്ന ദിവസം ഒരു ഓഹരി വലിയ രീതിയിൽ കുതിച്ചു വരുമ്പോൾ നിങ്ങൾ അത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയല്ല, മറിച്ച് വെറുതെ റിയാക്ട് ചെയ്യുകയാണ്. ഇത്തരം റിയാക്ഷൻ ഇൻവെസ്റ്റിംഗ് ആണ് റീറ്റെയിൽ നിക്ഷേപകർ വിപണിയിൽ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ചില തെറ്റുകളാണ് ഇതിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മളെ ചതിക്കുന്ന ചില തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വരുത്തുന്ന ഒന്നാമത്തെ തെറ്റ്, നമ്മൾ നോക്കുന്നത് തെറ്റായ സംഖ്യകളിലേക്കാണ് എന്നതാണ്. ഒരു കമ്പനി തങ്ങളുടെ അറ്റാദായം 45% വർദ്ധിപ്പിച്ചു എന്ന ഹെഡ്ലൈൻ വാർത്ത കേൾക്കുമ്പോൾ ഭയങ്കരമായി തോന്നും അല്ലെ? എന്നാൽ വിപണിയിലെ വലിയ അനലിസ്റ്റുകൾ ആ കമ്പനിയിൽ നിന്നും ഈ ക്വാർട്ടറിൽ 60% വളർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലോ? ഇവിടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിലും വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. അതുകൊണ്ട് ഹെഡ്ലൈൻ വാർത്തകൾ മാത്രം നോക്കി ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. എപ്പോഴും കമ്പനിയുടെ റിസൾട്ടിനെയും മാർക്കറ്റ് എസ്റ്റിമേറ്റുകളുമായി താരതമ്യം ചെയ്യുക. പ്രതീക്ഷിച്ചതിലും മോശം റിസൾട്ട് വന്നാൽ ഓഹരി താഴേക്ക് പോകും. എന്നാൽ മോശം റിസൾട്ട് വന്നിട്ടും വിപണി വിചാരിച്ചതിനേക്കാൾ ഭേദപ്പെട്ടതാണെങ്കിൽ ആ ഓഹരി മുകളിലേക്ക് കയറാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ വലിയ തെറ്റ്, ഭൂരിഭാഗം റീറ്റെയിൽ നിക്ഷേപകരും കമ്പനിയുടെ റിസൾട്ട് വരുന്ന വെറും ഒരു PDF ഫയൽ അല്ലെങ്കിൽ ലാഭക്കണക്ക് മാത്രം നോക്കി അവസാനിപ്പിക്കും. അവർ ഒരിക്കലും കമ്പനിയുടെ കോൺഫറൻസ് കോൾ കേൾക്കാറില്ല. എന്നാൽ യഥാർത്ഥ കഥ ഒളിഞ്ഞിരിക്കുന്നത് റിസൾട്ടിന് ശേഷം കമ്പനി മാനേജ്മെന്റും വലിയ ഇൻവെസ്റ്റർമാരും തമ്മിൽ നടത്തുന്ന കോൺഫറൻസ് കോളുകളിലാണ്. അക്കങ്ങൾ പറയുന്നത് കഴിഞ്ഞ 3 മാസത്തെ കഥയാണ്. എന്നാൽ കോൺഫറൻസ് കോൾ പറയുന്നത് വരും മാസങ്ങളിൽ കമ്പനിയിൽ എന്ത് സംഭവിക്കുമെന്നാണ്. റിസൾട്ട് മികച്ചതാണെങ്കിലും മാനേജ്മെന്റ് പറയുന്ന ഒരൊറ്റ വാചകം, അടുത്ത ക്വാർട്ടറിൽ ഞങ്ങൾക്ക് ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ടെന്ന് കേട്ടാൽ വലിയ സ്ഥാപനങ്ങൾ അപ്പോൾ തന്നെ ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഏർണിംഗ് സീസണെ ഗൗരവമായി കാണുന്നവർ കോൺഫറൻസ് കോളിന്റെ ആദ്യ 15 മിനിറ്റെങ്കിലും നിർബന്ധമായി ശ്രദ്ധിക്കുക. ഇത് റീറ്റെയിൽ നിക്ഷേപകർ മിനിറ്റുകൾക്കുള്ളിൽ വരുത്തി വെക്കുന്ന ഏറ്റവും ചിലവേറിയ വലിയൊരു തെറ്റാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഒരു കമ്പനിയുടെ റിസൾട്ട് വരുന്നു. 1:10 ആകുമ്പോഴേക്കും ഓഹരി വില 6% കയറുന്നു. റീറ്റെയിൽ നിക്ഷേപകർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. എന്നാൽ വൈകുന്നേരം 3 ആകുമ്പോഴേക്കും ആ കുതിപ്പ് വെറും 2% ചുരുങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അത് -3% പോകുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? റിസൾട്ട് പുറത്തു വരുന്ന ആ സെക്കൻഡിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൽഗോരിതങ്ങൾ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ ഡാറ്റ സ്കാൻ ചെയ്ത് ബൈ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യും. നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ ആ കുതിപ്പ് കാണുമ്പോഴേക്കും സ്മാർട്ട് മണി തങ്ങളുടെ പൊസിഷൻ എടുക്കുകയും പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ലളിതമായൊരു നിയമം പാലിക്കുക. റിസൾട്ട് വന്ന ആദ്യ 30 മിനിറ്റിൽ ഒരിക്കലും ഓഹരി വാങ്ങരുത്. നാലാമത്തെ തെറ്റ്, നിങ്ങൾ ഒരു കമ്പനിയുടെ റിസൾട്ട് മാത്രം ഒറ്റപ്പെടുത്തി വിശകലനം ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. ഏർണിംഗ് സീസണിൽ വ്യക്തിഗത കമ്പനികളുടെ ബലങ്ങളെക്കാൾ പ്രധാനം ആ സെക്ടറിന്റെ പൊതുവായ പോക്കാണ്. ഉദാഹരണത്തിന്, ഒരു മുൻനിര IT കമ്പനി മികച്ച റിസൾട്ട് കാണിച്ചാലും വരും മാസങ്ങളിൽ ആഗോളതലത്തിൽ IT ക്ലയന്റുകൾ ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നുവെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയാൽ ആ സെക്ടർ മൊത്തത്തിൽ താഴേക്ക് പോകും. ഇതിനുശേഷം റിസൾട്ട് വരുന്ന മറ്റ് IT കമ്പനികൾ എത്ര മികച്ച ലാഭം കാണിച്ചാലും അവരുടെ ഓഹരി വിലകൾ ഇടിയാൻ തന്നെയാണ് സാധ്യത. കാരണം ആ സെക്ടറിന്റെ കഥ ഓൾറെഡി മാറി മറിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒപ്പമുള്ള മറ്റ് കമ്പനികൾ എന്താണ് പറയുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ തെറ്റ് പൂർണ്ണമായും നിങ്ങളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ഓഹരി റിസൾട്ടിന് പിന്നാലെ 15% കുതിച്ചു വരുന്നത് കാണുമ്പോൾ ഞാനിത് നേരത്തെ വാങ്ങിയില്ലല്ലോ, ഇനി എന്റെ കയ്യിൽ നിന്ന് പോകുമെന്ന ഭയത്തോടെ അഥവാ ഫോമോ കാരണം പലരും അതിന്റെ ഏറ്റവും ഉയർന്ന വിലയിൽ പോയി വാങ്ങും. DSP മ്യൂച്വൽ ഫണ്ട് നടത്തിയ ഒരു പഠന പ്രകാരം റിസൾട്ട് ദിവസം 10%-ലധികം വലിയ റാലി നടത്തുന്ന ഓഹരികൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ആ ലാഭത്തിന്റെ ശരാശരി 40%-ഓളം തിരിച്ചു നൽകാറുണ്ട്. അതുകൊണ്ട് ഒരു ട്രെയിൻ മിസ്സായാൽ അതിനു പുറകെ ഓടരുത്. വിപണിയിൽ അവസരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല.
എന്നാൽ ക്ഷമയില്ലാത്ത നിക്ഷേപകരുടെ പണം വിപണിയിൽ വളരെ വേഗം അവസാനിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മാർക്കറ്റ് പ്രതീക്ഷകൾ നോക്കാതെ ഹെഡ്ലൈൻ മാത്രം കാണുക, മാനേജ്മെന്റിന്റെ കോൺഫറൻസ് കോൾ കേൾക്കാതിരിക്കുക, റിസൾട്ട് വന്ന ഉടനെ ആദ്യം 30 മിനിറ്റിൽ ചാടി വീഴുക, സെക്ടർ ട്രെൻഡുകളെ അവഗണിക്കുക, ഫോമോ കാരണം ഉയർന്ന വിലയിൽ വാങ്ങുക തുടങ്ങിയ തെറ്റുകളാണ് നമ്മൾ പിന്തുടരുന്നത്. ഓർക്കുക, ഏർണിംഗ് സീസൺ എന്നത് ഒരു സ്പ്രിന്റ് ഓട്ടമല്ല. വലിയ സ്ഥാപനങ്ങൾക്ക് സ്പീഡ് ഉണ്ടാകാം, എന്നാൽ റീറ്റെയിൽ നിക്ഷേപകരായ നമുക്ക് വേണ്ടത് ക്ഷമയാണ്.